ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഒരു ഗ്യാപ്പിന് ശേഷം ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു എക്സൈറ്റിംഗ് വീഡിയോ ഇടുന്നത്. ഇന്ന് നമ്മൾ സമയം ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 6:30ക്കാണ് ട്രെയിന്. ഞങ്ങളൊരു ട്രിപ്പൊന്നുമല്ല, ഞങ്ങൾ ട്രിവാൻഡ്രം വരെ ഒന്ന് പോവാണ്. സോ നമ്മളൊരു എക്സൈറ്റിംഗ് വീഡിയോ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. സോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇപ്പം ഭയങ്കരമായിട്ട് വ്ളോഗ് കാണുന്നുണ്ട്. സോ ഭയങ്കര ആഗ്രഹം ഇങ്ങനെ ഒരു വ്ളോഗ് പിടിക്കാനുണ്ട്. സോ ഇപ്പോൾ സമയം ഒരു 6 മണിയായിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇറങ്ങുവാണ്. ദായറാപ്പിയൊക്കെ റെഡി. ആയിരാ ഒരു ഹായ്. ഓക്കെ ഗായ്സ്, സോ നമ്മുടെ ഇന്നത്തെ യാത്ര നമുക്ക് കാണാം. ബായ്. സോ അങ്ങനെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. ഒരു 30-45 മിനിറ്റ്സും കൂടെ ഉണ്ട് നമുക്ക് ട്രെയിൻ വരാനായിട്ട്. ആ ഒരു ടൈമിന് മുന്നേ ആയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താൻ മതി. അപ്പോൾ ഉമ്മി വീടെല്ലാം പൂട്ടിയെല്ലാം സെറ്റാക്കി ഇറങ്ങി വരുന്നുണ്ട്. ബാക്കി ഉമ്മാമായും പിള്ളേരും യാസീനും വാപ്പിയെല്ലാം കാറിലോട്ട് ചെന്നു. ഞങ്ങളും കയറി. അപ്പോൾ ഞങ്ങളിപ്പം അമ്പലപ്പുഴ സ്റ്റേഷനിൽ ചെന്നിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ പോകുന്നത്. റയാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. ഐറ ഓൾറെഡി എറണാകുളത്ത് പോയപ്പോൾ 2 തവണ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലപ്പുഴ സ്റ്റേഷൻ എത്തിയപ്പോൾ വാപ്പിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വാപ്പി കുറച്ച് നേരം സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അതിനായിട്ട് പോയി. അതിന് ശേഷം നമ്മൾ നമ്മുടെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. ഇവിടെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ഞാനങ്ങനെ പോയിട്ടില്ല. അതായത് നമ്മൾ ഇതുവരെ പോയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കിഴക്കേ സൈഡിലായിട്ട്, അതായത് അമ്പലപ്പുഴയുടെ കിഴക്കേ സൈഡിലാണ് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഞാൻ കിഴക്കേ സൈഡിലായിട്ട് ആദ്യമായിട്ടാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് പിന്നെ അമ്പലപ്പുഴ വഴി അങ്ങനെ തിരുവനന്തപുരത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. എൻ്റെ അനിയത്തി BSc അഗ്രികൾച്ചറിന് തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സർപ്രൈസായിട്ടൊരു വിസിറ്റിനാണ് ഞങ്ങൾ പോകുന്നത്. അവൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. രാവിലെ അങ്ങനെ ഐറായും റയാനെയൊക്കെ പൊക്കി. അപ്പോൾ എവിടെയെങ്കിലും പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. വാപ്പിയുടെ കൂടെ വിളിച്ചപ്പോൾ വാപ്പിക്ക് സീറ്റ് കിട്ടിയില്ല, ഉമ്മിക്കാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ വാപ്പിയുടെ കൂടെ നിർത്താത്തതിൻ്റെ വിഷമമാണ് കേട്ടോ. അതാണ് ഈ കാണിക്കുന്ന പ്രകടനം. അതുമല്ല, നല്ല ഏർലി മോർണിംഗ് എണീച്ചതാണ് 2 പേരും. അതുകൊണ്ട് നല്ല മയക്കവും ഉണ്ട്, അവന് പിണക്കവും ഉണ്ട്. ഇത് ഐറയുടെ ഒരു ക്ലിപ്പാണ് കേട്ടോ. ഐറയ്ക്ക് ഓരോ യാത്രകളും എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ട്രെയിനിലെ ജേർണി എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് സ്പെഷ്യലാണല്ലോ. അങ്ങനെ ഓരോ യാത്രകളും വളരെ കൗതുകത്തോടു കൂടിയാണ് കണ്ടു തീർക്കുന്നത്. പോയപ്പോൾ എന്തായാലും വളരെ തിരക്ക് കുറവായിരുന്നു ട്രെയിനിൽ. സീറ്റ് ഒത്തിരി വേക്കൻ്റ് എന്നല്ല, എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ പാകത്തിനുള്ള സീറ്റ് ട്രെയിനിലുണ്ടായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി. കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഏറ്റവും വലിയ ബ്ലെസ്സിങ് അതാണ് കേട്ടോ. ഇപ്പോൾ ഈ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് റയാനാണ്. റയാൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം റയാൻ ആദ്യമായിട്ടാണ്. റയാൻ കൂടുതൽ കാർട്ടൂൺസ്, ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാറിൻ്റെയും അങ്ങനത്തെ കാർട്ടൂൺസൊക്കെയാണ് കാണുന്നത്. അപ്പോൾ റയാന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഈസ്റ്റ് കോട്ട എന്ന് പറഞ്ഞ, കിഴക്കേ കോട്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ചെല്ലുന്നത്. നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് പാസ് ചെയ്താണ് ഞങ്ങൾ ഈസ്റ്റ് കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് കോട്ട എന്ന് പറഞ്ഞ സ്റ്റോപ്പിലോട്ട് ചെല്ലുമ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ കാണാം. പക്ഷെ അതൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം കുട്ടികളെ 2 പേരെ മാനേജ് ചെയ്താണ്. അവിടുന്ന് പിന്നെ നമ്മൾ അടുത്ത ഒരു 2 ബസ് കയറിയാണ് അഞ്ചുടെ കോളേജിലോട്ട് പോകുന്നത്. അതിന് ശേഷം ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചാണ് നമ്മൾ അഗ്രികൾച്ചർ കോളേജിലോട്ട് പോകുന്നത്. അഞ്ചു നോർമലി പറയും അവൾ ഓട്ടോ പിടിക്കാറില്ല, നടന്നാണ് പോകുന്നത്. ബിക്കോസ് നല്ല ഒത്തിരി കാഴ്ചകളുണ്ട്. അങ്ങനെ ഞങ്ങൾ അഗ്രികൾച്ചർ കോളേജിൻ്റെ അകത്തോട്ട് പോവുകയാണ്. നമ്മുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് ഈ അഗ്രികൾച്ചർ കോളേജിൻ്റെ അകത്തോട്ടുള്ള. 2 വർഷം മുന്നേ ഉള്ള അഡ്മിഷൻ്റെ ടൈമിലാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ പോയത്. അപ്പോൾ അത് ബാപ്പിയുടെ കാറിലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ട്രെയിനിലായിരുന്നു. അപ്പോൾ രണ്ടും 2 തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്. രാവിലെ ഫ്രഷ് ആയിട്ട് പോയതാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു അബദ്ധം പറ്റി. എൻ്റെ ഒരു വണ്ടി കാറിൽ വെച്ച് മറന്നു. ഞാൻ ആ ഒരു ടെൻഷനിൽ നിൽക്കുമായിരുന്നു, എന്നാലും വീഡിയോ എടുക്കാൻ മറന്നില്ല. അഞ്ചൊരു സർപ്രൈസ് കൊടുക്കുകയാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷയില്ല. അഞ്ചൊരു കൂട്ടുകാരിനെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി അഞ്ചു വരുവാണ്.
അഞ്ചു വരുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതാ കൂട്ടുകാരികളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അവരുടെ ഹോസ്റ്റലിൻ്റെ പറ്റിയായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഹോസ്റ്റലിൻ്റെ അകത്ത് നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ല, നമുക്ക് അലൗഡ് അല്ല. സോ ഞങ്ങൾ വെളിയിൽ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഇവർക്ക് ഹട്ട് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. അതായത് നമ്മുടെ നോർമൽ ഒരു ഹട്ട്, അവിടെ നിന്നാണ് ഇവർക്ക് ഫുഡ് കഴിക്കാം, ബർത്ത്ഡേ പാർട്ടീസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഒന്ന് ഫ്രഷായി അവളുമായിട്ട് ഞങ്ങളൊന്ന് പുറത്തൊരു പിക്നിക്ക് പോലെ പോകുകയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത വണ്ടി കയറി ഈ പറഞ്ഞ പോലെ തന്നെ കോളേജിനടുത്തുള്ള ഒരു ജംഗ്ഷനിലെത്തി, ഓട്ടോ പിടിച്ചൊരു ജംഗ്ഷനിലെത്തി, അവിടുന്ന് ഈസ്റ്റ് ഫോർട്ടെത്തി. ഇപ്പം ഞങ്ങൾ പോകുന്നത് തിരുവനന്തപുരം സൂയിലേക്കുള്ള ബസ്. അപ്പം ഓൾറെഡി അവൾക്ക് ഇപ്പോൾ 2 വർഷം, സോ അവൾക്ക് തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇപ്പോൾ 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ മൊത്തം 4 വർഷത്തെ ഡിഗ്രിയാണ് കേട്ടോ ഇത്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭ അങ്ങനെ ഒത്തിരി സ്പോട്ടുകൾ ഞങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ അവളെയും കൊണ്ട് പിക്നിക്കിന് പോകുന്നതാണിത്. കുന്നംകുളം പാലസ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് തന്നെയുള്ള നമ്മുടെ മൃഗശാലയോട് ചേർന്നുള്ള ഒരു പാർക്കാണ്. ഒത്തിരി ഫാമിലീസും ഒത്തിരി ആൾക്കാരുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പം ഞങ്ങൾ രാവിലത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കോളേജിൽ ഈ പറഞ്ഞ ഹട്ടിൽ അവർ പാർട്ടീസൊക്കെ നടത്തുന്ന ചെറിയൊരു ഹട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത് ഈ ഒരു സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അവിടെ വന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി, അപ്പോൾ വാപ്പി കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ എന്നൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഒരു വൈബായിരുന്നു കേട്ടോ. ടയേർഡായി കാരണം ബിക്കോസ് നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ടുപോയില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷനാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്തത്. അപ്പം നമ്മൾ ഓൾറെഡി നമുക്ക് ഒത്തിരി ടയേർഡിനുള്ള കാര്യങ്ങളുണ്ട്. കാരണം റേനും കൂടുതൽ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ നടക്കുകയാണ് കൂടുതലും. അപ്പം ഓൾറെഡി നമ്മൾ ഇത്രയും യാത്രയും ചെയ്ത് വന്ന് കണ്ടിന്യൂസ് നടന്നു. പക്ഷേ യാത്രയിലുണ്ടായ ഒത്തിരി സന്തോഷങ്ങൾ നമുക്ക് അത്തരത്തിലുള്ള മടുപ്പുകളൊന്നും തോന്നില്ല. പിന്നെ പിള്ളേരുടെ ഒരു ഇതാണ്, പിള്ളേരുടെ പുറകിൽ നമ്മളിങ്ങനെ ഓടി നടക്കണം. അങ്ങനെ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു മൊമെൻ്റായിരുന്നു. അതിന് ശേഷം വാപ്പിയും അഞ്ജുവും ഫുഡ് വാങ്ങാനായിട്ട് പോയ ടൈം റയാനെ കൊണ്ടുപോയി. അപ്പോൾ ഐറ കുറച്ച് കരച്ചിലായിരുന്നു ഐറാനെ കൊണ്ടുപോകാത്തതിന്. അപ്പോൾ ഈ പാലസിൻ്റെ അകത്ത് എന്തായെന്ന് അറിയാൻ വേണ്ടി ഐറാനെ കൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുത്ത ശേഷം ഞാനും ഐറായും അതിൻ്റെ അകത്ത് കയറി. അപ്പോൾ അതിൽ കൂടുതലും ഈ നമ്മുടെ ആർക്കിയോളജിക്കൽ, അതായത് പഴയ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഇതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോസ് എടുക്കൽ അലൗഡഡ് അല്ല, ഫോട്ടോസാണ്. ഓൾറെഡി ഞാൻ വീഡിയോ എടുത്ത് അകത്തോട്ട് കയറിയപ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത് വീഡിയോ എടുക്കൽ അലൗഡ് അല്ല. ബിക്കോസ് ഇൻ കേസ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ 2000 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ്. ബിക്കോസ് അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണിതൊക്കെ. ഇത് നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഐറാനെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു. അങ്ങനെ സ്പെൻഡ് ചെയ്ത ടൈമിലാണ് അവർ ഫുഡ് വാങ്ങാനായിട്ട് പോയത്. അപ്പോൾ ഐറാക്ക് മടി കൂടാതെ തന്നെ ഇതിൻ്റെയൊക്കെ കൗതുകത്തോടെ ഇതൊക്കെ എന്തുവാന്നിങ്ങനെ ചോദിച്ച് നടന്നു. ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു പുറത്ത് അങ്ങനെ ഇങ്ങനെ ചോദിച്ച് നടന്നു, ഇതൊക്കെ എന്താണ്, ഇതെന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഞങ്ങൾ അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം വീണ്ടും സൂയിനോടടുത്ത് എന്നാൽ ഈ ഒരു പാർക്കിൻ്റെ, അതായത് ഈ ഒരു മ്യൂസിയത്തിനോട് ചേർന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ പറ്റില്ലായിരുന്നു കേട്ടോ, കാരണം ഒത്തിരി റഷായിരുന്നു നമ്മൾ. കാരണം ഈ 2 കുട്ടികളെയും കൂടെ മാനേജ് ചെയ്ത് നമ്മൾ ഇത്രയും പേരും കഴിക്കണ്ടേ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരം സൂയിലേക്കാണ് കേട്ടോ. ഒരു 20 ഇയേഴ്സ് ബാക്കാണ് ഞാൻ ഇതിന് മുന്നേ തിരുവനന്തപുരം സൂയിൽ 4ാം ക്ലാസ്സിൽ വെച്ച് ടൂർ വന്നിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഒത്തിരി നല്ല മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പോയ ടൈമിലൊക്കെ അതായത് ഓരോ കൂട്ടിലായിരുന്നു ഓരോ ആനിമൽസിനെ വെച്ചത്. പക്ഷേ ഇപ്പം നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ഭയങ്കര തുറന്നൊരു, നമുക്ക് ഒരു ഫോറസ്റ്റിലൂടെ റിയലി നമ്മളൊരു റോഡിലൂടെ നടക്കുന്ന ഒരു ഫീലിങ്സ് തിരുവനന്തപുരം സൂയിലുണ്ടായ ഭയങ്കര മാറ്റമാണ്. ഒത്തിരി മൃഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി പോയതുകൊണ്ട് എനിക്കറിയാം, 20 വർഷം മുന്നേ ആണ്, എന്നാലും ഒരു ഐഡിയ ഉണ്ട് ഇന്ന സാധനങ്ങളൊക്കെ കാണുമെന്ന്. ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉമ്മാമ്മ എന്നാണ് വിളിക്കുന്നത്. ഉമ്മാമ്മക്കും ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനൊപ്പം നമുക്കും എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിള്ളേർ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പം
ഇതിനെയൊക്കെ ഈ സിംഹം അല്ലെങ്കിൽ കടുവ ഇതിനെയൊക്കെ കാണുമ്പോൾ റയാനും ഇവരൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം കാർട്ടൂണിൽ മാത്രം കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് റിയൽ ലൈഫിൽ അവർ കാണുകയാണ്. കുഞ്ഞുങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും മണിക്കൂർ ഇത്രയും കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന സ്ഥലം കുട്ടികളും ഞങ്ങളുടെ കൂടെ, അതായത് കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കൂടെ നടന്നാണ് ലാസ്റ്റ് പൊസിഷനൊക്കെ എത്തിയപ്പം നല്ല രീതിയിൽ ടയേർഡായി. ഈ ഒരു പൊസിഷനിൽ എല്ലാവരും നല്ല രീതിയിൽ ടയേർഡായി. കാരണം നമ്മൾ വിചാരിച്ചില്ല ഇത്രയും ടയേർഡാവും. കാരണം നല്ല ട്രാവൽ ഉണ്ടായിരുന്നു. അങ്ങനെ ബഗ്ഗി ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട്. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് ഓട്ടോയിൽ കയറി. നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. അങ്ങനെ 2 ഓട്ടോയിലാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പോലെ ഒത്തിരി ഓട്ടോയിലൊന്നും അവിടെ പറ്റത്തില്ല. അങ്ങനെ 2 ഓട്ടോയിലാണ്. അതുപോലെ തന്നെ ട്രെയിനിൽ കയറിയപ്പോഴും നല്ല തിക്കായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒന്നും അല്ലായിരുന്നു. അങ്ങനെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി. അതിനുശേഷം തിരിച്ച് വീട്ടിലും എത്തി. ഏതൊരു യാത്രയ്ക്ക് ശേഷവും നമ്മൾ തിരിച്ച് വീട്ടിലോട്ടുള്ളൊരു യാത്രയുണ്ടല്ലോ, എത്രയും ടയേർഡായി, ഒത്തിരി മെമ്മറീസ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ, അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിലോട്ടെത്തി. റൂം സെറ്റ് ചെയ്തു. പിള്ളേരുടെ ടോയ്സും സൈഡിൽ നല്ല യാത്രകളും ഒത്തിരി ഓർമ്മകളുമായിട്ട് നമ്മൾ വീണ്ടും ഓർക്കത്തിലേക്ക് മയങ്ങുകയാണ്. ഹോപ്പ് യു ഗൈസ് ലവ് ദി വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.